പഹൽഗാം ഭീകരാക്രമണം ജമ്മു കാശ്മീരിൻ്റെ ജനങ്ങളുടെ ജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. പക്ഷേ ഇന്നലത്തേതിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ജനജീവിതം കൂടുതൽ സാധാരണ നിലയിലേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്ന് ലാൽ ചൗക്കിലെ സ്ഥിതി നമുക്ക് കാണാം. ഈ കടകമ്പോളങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ, അതായത് നിലവിൽ ജമ്മു കാശ്മീരിലൊക്കെ ഉള്ള ടൂറിസ്റ്റുകളുടെ ഒക്കെ നിരവധി പേർ ഈ വൈകുന്നേരം സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഈ സാധനങ്ങളും മറ്റും വാങ്ങുന്നതിന് ഈ ലാൽ ചോക്കിലേക്കൊക്കെ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ സ്ഥിതി ഇതൊന്നുമല്ലായിരുന്നു. ഇന്നലെ വളരെ ശോകമുഖമായ അന്തരീക്ഷമായിരുന്നു. പക്ഷേ ഇന്ന് പഹൽഗാമൊക്കെ വിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ പലയിടത്തും ഈ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ കടകമ്പോളങ്ങളൊക്കെ സാധാരണ നിലയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതിദിനം ഏതാണ്ട് 15,000-ഓളം പേർ എത്തിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ സീസൺ സമയത്തൊക്കെ. പക്ഷേ അവിടെ ഇന്ന് നമുക്ക് ഒരു വിനോദസഞ്ചാരിയും കാണാൻ വേണ്ടി കഴിയുന്നില്ലായിരുന്നു. ഈ ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന ആഭ്യന്തര മന്ത്രാലയത്തിലെയും പ്രതിരോധ മന്ത്രാലയത്തിലെയും സർക്കാരിൻ്റെ വിവിധ ഏജൻസികളിലെയും ഒക്കെ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ പഹൽഗാമിലേക്ക് എത്തുന്നത്. ഈ ജമ്മു കാശ്മീരിൻ്റെ മറ്റ് ടൂറിസം കേന്ദ്രങ്ങളിലും ഈ പഹൽഗാം ഭീകരാക്രമണം കാര്യമായ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ള പലരും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതായത് തിരികെ സ്വദേശത്തേക്കൊക്കെ അവരുടെ ഈ ടൂർ പ്രോഗ്രാമൊക്കെ നേരത്തെ നിശ്ചയിച്ചിരുന്നത് വെട്ടിക്കുറച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി മുംബൈയിലേക്കൊക്കെ ഉള്ള എല്ലാ വിമാനവും ഇപ്പോൾ സീറ്റെല്ലാം ഫുള്ളാണ്. വരും ദിവസങ്ങളിൽ സ്ഥിതി കൂടുതൽ മെച്ചപ്പെടും. അതായത് വീണ്ടും പഴയ രീതിയിലൊരു നോർമൽസിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് ജമ്മു കാശ്മീർ സർക്കാരും മറ്റും പ്രതീക്ഷിക്കുന്നത്.